ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് ബാലുശ്ശേരിയിലെ ഒരു അതുല്യ കലാകാരൻ, അതായത് പാട്ട് പാടിക്കൊണ്ട് ചിത്രം വരയ്ക്കുന്ന കലാകാരനായ ബിഗേഷ് ബാലുശ്ശേരിയുടെ വീട്ടിനടുത്താണ്. വീട്ടിനടുത്തെന്ന് പറയാൻ കാരണം ഒരു മനോഹരമായ പ്ലേസ് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ ബിഗേഷിനെ ഒന്ന് പരിചയപ്പെടാം. ബിഗേഷ് നമസ്കാരം. നമസ്കാരം. ബിഗേഷിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പാട്ട് പാടിക്കൊണ്ട് 5 മിനിറ്റിൽ ഒരു പാട്ട് പാടിക്കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുമെന്നല്ലേ? എന്താ അതിനെ കുറിച്ച് ഒന്ന് പറയാവോ? അത് ചെറിയ രീതിയിൽ പാട്ടും വരെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നില്ലേ? അങ്ങനെ പോകുന്ന അച്ഛനും കുട്ടിക്കാലം മുതലേ പഠിപ്പിച്ച ഒരു സംഭവമാണ്. പക്ഷെ അത് അച്ഛൻ പാടുമായിരുന്നോ? അച്ഛൻ പാടില്ല, അമ്മ പാടിയായിരുന്നു. പക്ഷെ അച്ഛൻ എല്ലാ ഇതിലും സപ്പോർട്ടായിരുന്നു. ഓക്കെ. പിന്നെ അത് തലകീഴേ ഇതൊക്കെ വെച്ചാൽ അത് ഒരു എന്തോ എനിക്ക് തോന്നി അത് ഞാൻ ചെയ്യുന്ന വെരി ഗുഡ് ഒരു പിന്നെ നമ്മള് ഒരു പാട്ട് പാടുമ്പോ ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ തോന്നി. ഇനിയിപ്പോ കുറെ വെറൈറ്റി സാധനം കുറച്ച് ഉണ്ട്. ഓക്കെ. തുഷാരം ബ്ലോക്കിന് വേണ്ടി സാറേ ഇനി ഒരു ഇത് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ? ആയിക്കോട്ടെ. ഓക്കെ. സന്തോഷം. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. നിന്നെ അണിയിക്കാൻ താമര നൂലിന ഞാനൊരു പൂത്താലി തീർത്തു വച്ചു. നിന്നെ അണിയിക്കാൻ താമര നൂലിന ഞാനൊരു പൂത്താലി തീർത്തു വച്ചു. നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു, എന്റെ ഹൃത്തിലെടുത്തു വച്ചു. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. മാധവം മാഞ്ഞു പോയി, മാമ്പൂ കൊഴിഞ്ഞു പോയി, പാവം പൂങ്കുയിൽ മാത്രമായി. മാധവം മാഞ്ഞു പോയി, മാമ്പൂ കൊഴിഞ്ഞു പോയി, പാവം പൂങ്കുയിൽ മാത്രമായി. പണ്ടെങ്ങോ പാടിയ പഴയൊര പാട്ടിന്റെ ഈണം മറന്നുപോയി, അവൻ പാടാൻ മറന്നുപോയി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങോ പിറന്നു പണ്ടിളം മൂളം കൂട്ടി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. മുന്നും മണിത്തന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും, വേനൽ കുരുന്നിന്റെ തൂവലാൽ തൂവാലകൾ തുന്നിയും, പാടാത്ത പാട്ടിന്റെ ഈണങ്ങളെ തേടുന്ന കാറ്റിന്റെ ഓളങ്ങളിൽ, ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമായി.
പുല്ലാങ്കുഴൽ നാദമായി ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം പുല്ലാഞ്ഞികൾ പൂത്തുലഞ്ഞിടും നെറ്റിൽ പുറം തന്നിലും ആകാശക്കൂടാരക്കീഴിലെ ആശാമരച്ചോട്ടിലും ഈ പാഴ്മുളം തണ്ട് പൊട്ടും വരെ ഈ ഗാനമില്ലാതെയാകും വരെ കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായിരുന്നേതു ഇടയന്റെ വനമാകുമീ പുല്ലാങ്കുഴൽ നാദമാ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. അപ്പോ ബികേഷെ, നിങ്ങൾ പാടിയിരിക്കുന്നത് മോഹൻലാലിന്റെ 2 പാട്ടുകളാണ്. ഒന്ന് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, ഉണ്ണികളെ ഒരു കഥ പറയാം അല്ലേ? അതെ അതെ. ഈ 2 പാട്ടിലൂടെ മോഹൻലാലിന്റെ 2 രൂപങ്ങളാണ് താങ്കൾ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഒന്ന് നേരുള്ളതും ഒന്ന് തല കീഴായിട്ടുള്ളതും അല്ലേ? ഇത് എങ്ങനെയാ നമ്മൾ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കുകയോ അല്ലെങ്കിൽ ചിത്രരചന പഠിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കാനൊക്കെ അച്ഛൻ നോക്കിയിരുന്നു ഒരു കാലത്ത്. പക്ഷെ അതില് ആ സമയത്ത് നടന്നില്ല, കഴിഞ്ഞില്ല. അപ്പൊ ഇതെല്ലാം സ്വന്തം കഴിവ് ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് ചെയ്ത് പഠിച്ചതാണ്. വീട്ടിൽ നിന്ന് വെച്ചാല് അതന്നെ. അപ്പം ബികേഷ് എന്താ പ്രൊഫഷണൽ, എന്താ വർക്ക് ചെയ്യുന്നത്? വർക്ക് പെയിന്റിംഗ്, ഡിസൈൻ വർക്ക്. പെയിന്റിങ്ങിന്റെ ഡിസൈൻ വർക്ക്, പെയിന്റിങ്ങും ഒരു വീടിന്റെ എല്ലാ വർക്കും ചെയ്യും. ഓക്കെ, വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും തുഷാരം ബ്ലോഗ്സിന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അനുവദിച്ചതിനും ഇതുപോലുള്ള ഒരു ചിത്രം വരച്ച് ഞങ്ങൾക്ക് 2 പാട്ടൊക്കെ പാടി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൊടുത്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. ശരി.